ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ 25% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ ചൈനയുമായിട്ടായിരുന്നു അദ്ദേഹം കൊമ്പ് കോർത്തത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നേരിട്ട് ഒരു വ്യാപാര യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ട്രംപ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുകയും വാഴ്ത്തുകയൊക്കെ ചെയ്തതാണ്. ആ ട്രംപിനെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചൊടിപ്പിക്കുകയും ഇന്ത്യയോടുള്ള ഈ വ്യാപാര ബന്ധം ഇത്തരത്തിൽ തീരുവ വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ട്രംപിനറിയാം അമേരിക്ക ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള അടവശിഷ്ട നിലയിൽ ഇന്ത്യക്ക് വലിയ മേൽക്കൈയുണ്ട്. 47 ബില്യൺ ഡോളേഴ്സിൻ്റെ വ്യാപാര മിച്ചമുണ്ട് ഇന്ത്യ അമേരിക്കൻ ട്രേഡിൽ. ഇതെങ്ങനെയും കുറച്ചു കൊണ്ടുവരിക. ചൈനയുമായിട്ടുള്ളതിൽ 295 ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. ലോകത്താകമാനമുള്ള അന്താരാഷ്ട്ര വ്യാപാരം, അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ 1 ട്രില്യൺ ഡോളേഴ്സിന്റെ വ്യാപാര കമ്മി അമേരിക്ക കൺസ്യൂമിങ് സ്റ്റേറ്റ്. ചൈന പോലെയുള്ള രാജ്യങ്ങൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമിയാണ്. അപ്പോൾ ചൈനയ്ക്ക് പണിയുന്ന പണി ഇന്ത്യക്ക് പണിയാം എന്ന് ട്രംപിന്റെ ഒരു ചിന്ത. അതായത് ചൈനയുടെ 295 ഡോളർ വ്യാപാര കമ്മി എന്ന് പറയുന്നത് വലിയ കമ്മിയാണ്. ചൈന കയറ്റുമതി കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. ഡൊമസ്റ്റിക് ഇക്കോണമി ഉണ്ട്, ഡൊമസ്റ്റിക് കൺസംഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇന്ത്യക്ക് കുറച്ചുകൂടി ശക്തമായ ഡൊമസ്റ്റിക് കൺസംഷൻ പാറ്റേൺ ഉണ്ട്. നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ തന്നെ വിപണിയുണ്ട്. നമ്മുടെ കയറ്റുമതി ഇപ്പോഴാണ് ആ കയറ്റുമതി 1 ഫിഗറിലേക്ക് നമ്മൾ വരുന്നത്. അമേരിക്കയുമായിട്ട് തന്നെയാണ് ഏറ്റവും അധികം കയറ്റുമതി ഉള്ളതും. ട്രംപിൻ്റെ ഒരു ചിന്ത പോകുന്നത് ഇന്ത്യയുടെ ഒരു റിസോൾവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡിറ്റർമിനേഷൻ അത് അസസ് ചെയ്യുന്നതിൽ വരുന്ന പാളിച്ചയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകളിലൂടെ കാണുന്നത്. ട്രംപിൻ്റെ പലതും ക്ലെയിമാണ്. ഇപ്പോൾ പഹൽഗാം സിന്ധൂർ ഓപ്പറേഷൻ ട്രംപ് 29 പ്രാവശ്യമാണ് ക്ലെയിം ചെയ്തത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞു there was no third party involved. പാർലമെന്റിലാണ് പറയുന്നത്. അതിനർത്ഥം ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ട്രംപിന് വലിയൊരു പ്രഹരം തന്നെയാണ്. എങ്ങനെ നോക്കുമ്പോഴും ആ രീതിയിൽ ഇന്ത്യ വഴങ്ങുന്നില്ല. സ്നേഹമാണെങ്കിൽ സ്നേഹമാണ്, ബിസിനസ് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നടത്താൻ തയ്യാറാണ്. ട്രംപ് പറയുന്നത് ഇവിടെ വ്യാപാര കൊള്ളയാണ്. അതായത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീവ്രമായ വളരെ വലിയ ഇറക്കുമതി തീരുവ ചുമത്തുന്നു. ഒക്കെ ശരിയാണ്. കാരണം ഒന്ന് കാർഷിക മേഖലയിൽ ഇറക്കുമതിയാണ്. കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഡൊമസ്റ്റിക് ഫാർമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ഒരു ഈ BT വിത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ബയോടെക്നോളജി ഇൻവോൾവ് ആയ പ്രോഡക്റ്റ് ഇതെല്ലാം ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അന്തക വിത്തുകളാണത്. അത് ഇന്ത്യയുടെ കൃഷി സംവിധാനം മുഴുവൻ അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് ചില പ്രായോഗിക കാരണങ്ങളാൽ വലിയ തോതിൽ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാനാവില്ല. അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, മോൺസാന്റോ പോലെയുള്ള കമ്പനികളുടെ വിത്തനങ്ങൾ കൊണ്ടുവരിക. 2, അമേരിക്കയുടെ കാറുകൾ, ബൈക്കുകൾ, ഹാർലി ഡേവിഡ്സൺ പോലെയുള്ള ബൈക്കുകൾ, അതിൻ്റെ ഇറക്കുമതി. ഇവിടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി വളരെ ശക്തമാണ്, നമ്മുടെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഡംപ് ചെയ്യാനുള്ള ഇടമായി ഇത് കാണാൻ ഇന്ത്യ തയ്യാറല്ല. അപ്പോൾ അവിടെയും ഇറക്കുമതി തീരുവ ഹൈ ആണ്. ഇന്ത്യയുടെ കയറ്റുമതി നോക്കൂ. ഇന്ത്യയുടെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ളത് വലിയ തോതിലുള്ളത് ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുണ്ട്, സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് എന്ന് വേണ്ട രത്നങ്ങൾ, വജ്രം, ഇങ്ങനെയൊക്കെയുള്ള കയറ്റുമതിയാണ്. അത് അമേരിക്കയ്ക്ക് ആവശ്യവുമാണ്. ഇതിന് ബദൽ കണ്ടെത്താൻ ഇപ്പം ചെമ്മീൻ കയറ്റുമതിയുടെ കാര്യമൊക്കെ നോക്കിയാൽ, പാറങ്ങണ്ടി അതായത് കശുവണ്ടി കയറ്റുമതിയൊക്കെ നോക്കിയാൽ അത് സോഴ്സ് ചെയ്യാൻ ആഫ്രിക്കയിൽ നിന്നും ഇക്വഡോറിൽ നിന്നും ചെമ്മീനും എല്ലാം സാധിക്കും. പക്ഷെ ചില ഐറ്റംസ്, ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള ഐറ്റംസ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി അങ്ങനെ അങ്ങോട്ട് കളയാനുമാവില്ല. അതുകൊണ്ട് മൊണോപ്പൊളിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് നിർണായകമായ അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്ത്യൻ പ്രോഡക്ട്സിന് സാമാന്യം നല്ല സ്വീകാര്യതയുണ്ട്. മുൻപ് ഗുണമേന്മയായിരുന്നു വിഷയം. ഇപ്പോൾ ഗുണമേന്മയുടെ കാര്യത്തിൽ ഇന്ത്യ ഹാസ് ഇംപ്രൂവ്ഡ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്, ക്വാളിറ്റി കോംപ്രമൈസ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് 1 മുതൽ, അതായത് ഈ ദിനം മുതൽ വ്യാപാര ഇറക്കുമതി തീരുവ 25% ഫ്ലാറ്റ് 25% ഓൺ ഓൾ ഗുഡ്സ് അക്രോസ് ദ ഫ്രോണ്ടിയർ. അതിന് ഒപ്പം തന്നെ പിഴയും കൂടി
വിട എന്ന് പറയുന്നത് റഷ്യയുമായി വ്യാപാര ബന്ധം ഉള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും റഷ്യയുമായി എണ്ണ വ്യാപാരം ഉള്ള എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന അഡീഷണൽ ടാരിഫ്. ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. അതിന് ഇന്ത്യയുടെ ഈ ഊർജ സുരക്ഷിത നയമുണ്ട്. അതായത് നമുക്ക് ഹൈഡ്രോ കാർബൺ റിസർവ്സ് വളരെ കുറവാണ്. ഹൈഡ്രോ കാർബൺ ഉത്പാദിപ്പിക്കാൻ ലിമിറ്റിലുണ്ട്. നമ്മുടെ ആവശ്യത്തിൻ്റെ 80% വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണ്. അത് റുപ്പി കൊടുത്ത് റഷ്യയിൽ നിന്നും വാങ്ങാം, ഡോളറിലല്ല, റൂബിൾ ടേംസ്. ഇത് നല്ലൊരു സാധ്യതയാണ്. അമേരിക്ക അനുവദിക്കില്ല. അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങണമെങ്കിൽ വി ഹാവ് ടു പേ ഇൻ ഡോളേഴ്സ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, OPEC കൺട്രീസിൽ നിന്നും വാങ്ങണമെങ്കിൽ പേയ്മെന്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ ഡോളേഴ്സ്, അമേരിക്കൻ ഡോളേഴ്സ്. സോ അമേരിക്കയുടെ ഒരു ചിന്ത, ബിക്കോസ് ട്രംപിൻ്റെ ഒരു ചിന്ത, ഒരു ഡോളറൈസേഷൻ റെജിമെൻ്റെ ഭാഗമായി ഇന്ത്യ ചൈനയോടും റഷ്യയോടും ഒത്തുചേർന്ന് ബ്രിക്സിൻ്റെ ലേബിളിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യ ഈസ് ട്രൈങ് ടു ഫിനിഷ് ഓഫ് ഡോളർ ടു സ്റ്റേ അഫ്ലോട്ട്. ഇതൊരു ഗാഠമായി ട്രംപിന്റെ മനസ്സിൽ വന്നതാണ്. ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ട്രംപ് അതിനെ കാണുന്നു. ട്രംപ് അതിനെ വെല്ലുവിളി, അമേരിക്കയുടെ മേധാവിത്വത്തിന് നേരെ, ഒരു സാമ്പത്തിക മൈറ്റിന് നേരെ, സൈനിക മേധാവിത്വമല്ല, സാമ്പത്തിക മേധാവിത്വത്തിനെതിരെ അമേരിക്ക നയിക്കുന്ന ആഗോള സാമ്പത്തിക ഘടനകൾ പൊളിച്ചടുക്കാൻ രഹസ്യമായി നീങ്ങുന്ന ഭാരതം. ഇതാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അതാണ് ട്രംപിന്റെ വിലയിരുത്തൽ. കുറെ കാലമായിട്ട് അത് തന്നെയാണ്. പക്ഷേ വിരട്ടി കാര്യം സാധിക്കാമെന്നും ഇന്ത്യയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്, സ്നേഹം നടിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കാര്യം സാധിക്കാം. ഇവിടെ തെറ്റുപറ്റിയത് ഇന്ത്യയുടെ റൈറ്റ് വിങ് മനസ്സുകൾക്കാണ്. ട്രംപിനുള്ളതും ഇന്ത്യയുടെ റൈറ്റ് വിങ് മനസ്സും കൺവേർജ് ചെയ്യും എന്ന് വിചാരിച്ചു. ഒരു വലതുപക്ഷ ബേസാണ് അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഡിറ്റർമിനിസം ഇപ്പോൾ നോക്കുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രംപാണ്. കുടിയേറ്റ വിരുദ്ധത, വരണ്യവർഗത്തിന് അനുകൂലമായ നയങ്ങൾ, പരമ്പരാഗത രീതികൾ പാലിക്കുക. ഇന്ത്യയിലെ വലതുപക്ഷ ചിന്തയും അത് തന്നെയാണ്. അതാണ് ട്രാക്ഷൻ ലഭിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഡർ. ഇത് കൺവേർജ് ചെയ്യും എന്ന ഒരു ധാരണയാണ് ബിസിനസിന്റെ അല്ല ഇന്ത്യക്കുണ്ടായിരുന്നത്. ഇത് തെറ്റിയെന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കാര്യം വന്നപ്പോൾ അത് ശരിയാകുന്നില്ല. പക്ഷേ ഇന്ത്യ ഹാസ് ഗ്രോൺ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. പെട്ടെന്ന് നമ്മുടെ ദേശീയ താല്പര്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് മറ്റ് ഓപ്ഷൻസ് ഇന്ന് തരൂറാണ് ഇതിന് വളരെ മനോഹരമായി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും തരൂറും രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിച്ചു. രണ്ടുപേരും കോൺഗ്രസ് നേതാക്കളുമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യൻ ഇക്കോണമി ഇസ് ഡൗൺ ഇൻ ദ ഡോൾഡ്രംസ്. ഇത് ഡൗൺ ആണെന്ന് അമേരിക്ക പറയുന്നു. അമേരിക്ക പറഞ്ഞല്ലോ, ട്രംപ് പറഞ്ഞു ഇന്ത്യൻ ഇക്കോണമി ഇസ് ഡെഡ്. ചത്ത കുതിരയാണ്, അല്ലെങ്കിൽ ഡെഡ് ഇക്കോണമിയാണ്, ഒരു വളർച്ചാ സാധ്യതയൊന്നും കാണുന്നില്ല. അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വശത്ത് അത് എൻഡോഴ്സ് ചെയ്യുകയാണ്. അബദ്ധമാണത്. അതായത് ഇന്ത്യ ഒന്ന് നമ്മുടെ ദേശീയ നാഷണൽ മൊറാൽ, ആത്മവീര്യം ഉയർത്തി നിർത്തുക. ഒന്ന്. രണ്ട്, വിദേശ രാജ്യങ്ങൾ ഇവിടെ തന്നെ ഇന്ത്യ മോശമാണെന്ന് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിലപേശൽ ശക്തി ലോകരാജ്യങ്ങളോടുള്ള ദുർബലപ്പെടും. വ്യാപാര വിലപേശൽ ശക്തി ദുർബലപ്പെടും. ഇത് മലന്ന് കിടക്കുന്ന പോലെയാണത്. അത് ഡാമേജ് കൺട്രോൾ ഇസ് ഡൺ ബൈ ഡോക്ടർ തരൂർ പറഞ്ഞു, വി ഹാവ് ഓപ്ഷൻസ്. അമേരിക്കയുമായി നല്ല കച്ചവടമുണ്ട്, അത് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 5 വർഷമായി റെക്കോർഡ് ലെവലിലേക്ക് വർദ്ധിച്ചു വരുന്നു. പക്ഷേ അമേരിക്ക പിന്മാറിയാൽ, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വളരെ ദുഷ്കരമായി മാറുകയാണെങ്കിൽ അവിടുത്തെ ഇറക്കുമതി ചുങ്കം കാരണം ഇന്ത്യക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അവിടെയാണ് ബ്രിക്സിന്റെ സാധ്യതകൾ തുറന്നു വരുന്നത്. അതുകൊണ്ട് ഇതൊരു ബ്ലിങ്കിങ് ഗെയിമാണ്. ഹു വിൽ ബ്ലിങ്ക് ഫസ്റ്റ്? കണ്ണ് തുറച്ചു നോക്കി രണ്ടുപേരിയ്ക്കുമ്പോൾ ആരാണ് ആദ്യം കണ്ണടയ്ക്കുന്നത് എന്ന മത്സരം പോലെയാണ്. ഇവിടെ ട്രംപ് നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയാണ്. പക്ഷേ ഇന്ത്യ വളരെ ശാന്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. ട്രംപിനെ പിണക്കാതെ തന്നെ, അമേരിക്ക എന്ന രാജ്യത്തെ വെല്ലുവിളിക്കാതെ തന്നെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ബ്രിട്ടനുമായി നമ്മൾ എത്തിക്കഴിഞ്ഞു. $56 ബില്യൺ ഒരു സ്വതന്ത്ര ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എത്തിക്കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായി മറ്റൊന്ന് ഇന്ന് പൈപ്പ്ലൈൻ, മറ്റ് രാജ്യങ്ങളുമായി. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട്, WTOയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റിന്റെ ഒരു കാലഘട്ടം അതൊക്കെ കഴിഞ്ഞു വരുന്നു. ഉഭയകക്ഷി, അതായത് ഡീഗ്ലോബലൈസേഷനാണ്. ഗ്ലോബലൈസേഷന്റെ കാലം ഒരു കഴിഞ്ഞു എന്നല്ല, ഗ്ലോബലൈസേഷനും മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അമേരിക്ക ആഗ്രഹിക്കുന്നത്
ഒന്നുകൊന്നായി. അങ്ങനെ വരുമ്പോൾ ശക്തമായ രാജ്യം ബലഹീനമായ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ പരിഗണിക്കാതെ ഒരു മൾട്ടിലാറ്ററൽ ഏജൻസിയുടെ സഹായം ഇല്ലാതെ തന്നെ തീരുമാനമെത്തുന്നു. അപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിൽ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ അഡ്വാൻറ്റേജ് അമേരിക്ക, അതാണ്. പക്ഷേ ഇന്ത്യക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ട് വേണ്ട, ഉള്ള കച്ചവടം മതി, കൂടുതലൊന്നും വേണ്ട. ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വിപണിയുണ്ട്, വഴികളുണ്ട്, ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വിപണി ലഭിക്കും. ഇവിടെയാണ് ഈ സൗത്ത് കോഓപ്പറേഷൻ്റെ പ്രത്യേകത. സാർക്ക് ഏതാണ്ട് മരിച്ച അവസ്ഥയിലാണ്. പക്ഷേ ദക്ഷിണാർദ്ധഗോളത്തിലെ രാജ്യങ്ങൾ G15 അത്ര പ്രസക്തമല്ല. പക്ഷേ G20 അമേരിക്ക മാത്രമല്ല എന്ന് ഓർക്കണം. വികസ്വര ലോകത്തെ മറ്റ് രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുണ്ട്, ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാൻ ഉൾപ്പെടെ രാജ്യങ്ങളുണ്ട്. അമേരിക്ക മാത്രം വിചാരിച്ചാൽ തകർക്കാനാവാത്ത ഒരു കയറ്റുമതി വിപണി, അത് ഇന്ത്യയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഇന്ത്യയുടെ വിദേശ നയം മുറുകെ പിടിക്കുന്ന ഭാരത സർക്കാരിനെ കാണുന്നു. പക്ഷേ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ രമ്യമായി ഒരു ഡീലിലെത്താൻ ഓഗസ്റ്റ് 1 ഒരു ഡീലിലെത്തും എന്ന പ്രതീക്ഷയിലാണ്. ഈ ഒരു മാസം നിർണായകമാണ്. ഓഗസ്റ്റ് മാസം 1 മുതൽ 30 വരെയുള്ള ദിനങ്ങൾ വളരെ നിർണായകമാണ്. വളയ്ക്കുകയെ ചെയ്യാവൂ, ഒടിക്കരുത്. തരൂർ അത് മനോഹരമായിട്ട് പറഞ്ഞു, മനോഹരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തു. എന്തായാലും നമുക്ക് അറിവ് പറഞ്ഞതുപോലെ ഈ ഒരു മാസം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായും. എന്തായാലും ട്രംപ് നേരത്തെ ചൈനയോട് വലിയ വിലപേശലൊക്കെ നടത്തിയെങ്കിലും അവസാനം ചൈനയുമായിട്ട് ഒരു സൗഹൃദത്തിലെത്തുന്ന കാഴ്ചയാണ്. വ്യാപാര സൗഹൃദത്തിൽ തുടരാൻ തീരുമാനിച്ചതാണ് നമ്മൾ കണ്ടത്. കച്ചവടക്കാരനല്ലേ മാറ്റിയും മറിച്ചൊക്കെ പറയും. അതെ, തരം പോലെ മാറ്റിയും മറിച്ചും പറയും. അത് മനസ്സിലാക്കുക എന്നുള്ള ഒരു ട്രേഡറിന്റെ മനസ്സ് റീഡ് ചെയ്യാനുള്ള കഴിവാണ് പ്രധാനം. ആ കഴിവ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിനും നമ്മുടെ ട്രേഡ് നെഗോസിയേറ്റേഴ്സിനും ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ. എന്തായാലും തരൂര് പറഞ്ഞതുപോലെ നമുക്ക് മറ്റു ബദൽ മാർഗങ്ങൾ കൂടി ഉള്ളതുകൊണ്ട്, മറ്റു വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ഭയപ്പെടണ്ട. പിന്നെ നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്താതെ എത്രത്തോളം രമ്യമായിട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഈ വരുന്ന ഒരു മാസം കൊണ്ട് തെളിയും എന്ന പ്രതീക്ഷ നമുക്കും വെച്ചു പുലർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.